നമസ്കാരം, എൻ്റെ മുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ട് സീരീസിലെ 5ാമത്തെ എപ്പിസോഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ആൽബൻസ് കത്തീഡ്രലിലാണ്. ഇത് 1866 ബിൽഡ് ചെയ്തൊരു ചർച്ചാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് കുറേ മ്യൂസിയവും പഴയകാല സ്റ്റോൺസ്, അതിലെ വർക്ക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൂടി ചേർന്നൊരു സംഭവമാണ്. സോ നമുക്കിതിനകത്ത് കയറാം, അത് കയറി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. വെൽക്കം ടു മൈ ചാനൽ. റോമൻ ബ്രിക്സ് കൊണ്ടാണ് ഈ ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നമുക്കിനി ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പുറത്തെ സൈഡിലൊരു വ്യൂസാണ്. നല്ലൊരു അതിമനോഹരമാണ് ആയിട്ടുള്ള കാഴ്ചയാണ്. ചെറിയൊരു പാർക്ക് പോലെയൊക്കെയാണ്. നമുക്ക് ഈവനിങ് ഒക്കെ വന്നിരിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ ഉള്ള ആളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നൈസായിട്ട് നമുക്ക് പള്ളിക്കകത്തോട്ടൊന്ന് കയറാം. ഓരോ ചെയറിൻ്റെ അടിയിലും ഓരോ കുഷ്യൻസ് വെച്ചിരിക്കുന്നത് കാണാം. അത് നമുക്ക് മുട്ടുകുത്തി നിൽക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള സാധനമാണിത്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറേ വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പള്ളി വക ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ഇവിടുത്തെ എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള നമുക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ആകുന്ന എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. അതായത് നമുക്ക് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെ പള്ളി ഓപ്പണാണ്. ഈ കാണുന്ന പള്ളിയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പാണ്. പള്ളിയുടെ പുറത്തു നിന്നുള്ളൊരു വ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു മാപ്പാണ് ഈ കാണുന്നത്. ഈ കാണുന്ന മാമോദീസ തൊട്ടിയാണ്. ബാപ്റ്റിസത്തിന് വേണ്ടിയുള്ള ഒരു തൊട്ടിയാണ് ഈ കാണുന്നത്. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ കാണുന്ന അവിടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അവരൊരു സ്റ്റോറി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് അന്ന് അവിടെ സംഭവിച്ച ഒരു ചെറിയൊരു വാറും അവിടുത്തെ ചെറിയൊരു പ്രശ്നങ്ങളും പള്ളി ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഒരു പിക്ചർ എന്ന രീതിയിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കും. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഒരുപാട് യുദ്ധങ്ങളും പിന്നെ ഈ ട്രേഡേഴ്സ് നടത്തുന്ന ആൾക്കാർ, അതായത് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ നമ്മുടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കച്ചവടത്തിനായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ പള്ളി റീബിൽഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിലുണ്ട്. ഏത് വർഷമാണ് റീബിൽഡ് ചെയ്തത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും ഒരു ഇയർ ചേർത്തുള്ള ഒരു ഇലോസ്ട്രേഷനും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതെന്ന് പറയുന്നത് നമ്മൾ പള്ളി നേർച്ച ഇടുന്ന പോലെ നമുക്ക് നമ്മുടെ കാർഡ് പേയ്മെൻറ്റ് യൂസ് ചെയ്ത് ഇവിടെ തിരികെ എത്തിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ കാർഡ്. ഈ കാണുന്ന ഹെഡ്ഫോർഷെയറിലെ സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഓഫീസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ അവർക്ക് വേണ്ടിയിട്ട് അവരെ അനുസ്മരിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു പില്ലറാണ് ഈ കാണുന്ന. അവരുടെ റാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ഒരു കല്ലറയാണ് 1848 മരിച്ച ഒരാളുടെ ഒരു കല്ലറയാണ്. ഇതുപോലെ പല കല്ലറകൾ ഈ പള്ളിക്കകത്ത് തന്നെയുണ്ട്. ഇവിടെ നേരത്തെ ഉള്ള അച്ഛന്മാരുടെയും അല്ലെങ്കിൽ വേറെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയാണ് ഈ കാണുന്ന കല്ലറ. ഈ കാണുന്ന സഭാതലവൻ്റെ ഒരു കുപ്പായമാണ് ഈ കാണുന്നത്. നമുക്ക് കാണാം അംശവടിയും അതൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടുത്തെ പുണ്യാളൻ സെൻറ്റ് ആൽബൻസ്. സെൻറ്റ് ആൽബൻസ് ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എന്താണെന്നുള്ളൊരു ഡോക്യുമെൻ്ററിയാണ് നടക്കുന്നത്. ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമുക്ക് പ്രസ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ജീവിത കഥകളെ എങ്ങനെ പുണ്യാളനായി, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി കാണാൻ സാധിക്കും. ഇതെല്ലാം ഓരോ കല്ലറകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരുടെ ഉള്ള കല്ലറകളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് 1320 പണി കഴിപ്പിച്ച ഒരു ചാപ്പലാണ് ഈ കാണുന്നത്. മദർ മേരിയുടെ പേരിൽ ഉള്ളതാണ് ഈ ചാപ്പൽ.
ഈ കാണുന്ന സെൻറ്റ് ആൽബൻസ് പുണ്യാളൻ രക്ഷിച്ച ഒരു പ്രീസ്റ്റിൻ്റെ ഒരു ദേവാലയമാണ്. അദ്ദേഹത്തിനെ ആ സമയത്തുണ്ടായ പല പീഡനങ്ങളിൽ നിന്നും അദ്ദേഹം മോചിതനാക്കി പാർപ്പിച്ചതാണ്. പിന്നീട് അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ദേവാലയമാണ് ഈ കാണുന്നത്. കൂടാതെ ആ സൈഡിലായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചേക്കുന്ന കാണാം. അതായത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ, അദ്ദേഹം രക്ഷിച്ച കാര്യങ്ങളും അങ്ങനെ ചെറിയ പിക്ചേഴ്സും ഇല്ലസ്ട്രേഷനൊക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഗ്ലോസ്റ്ററിലെ ഡ്യൂക്കിൻ്റെ ഒരു ശവകുടീരമാണ്. അങ്ങ് അടിയിലാണ് കാണാൻ സാധിക്കും. കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിലായിട്ട് അടിയിൽ ഭാഗത്ത് ഒരു തടിയുടെ മുകളിലാണ് വെച്ചിരിക്കുന്ന ശവകുടീരം. ഈ ആൾത്താരയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് പലതരത്തെ കളർ മാറുന്നതാണ്. അതായത് ഇവരുടെ മൊബൈലിൽ തന്നെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു ഗൈഡ് നമുക്കുണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞത് ഇത് നമുക്ക് കളർ മാറ്റാനായിട്ട് സാധിക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ അത് താൽക്കാലികമായി പ്രവർത്തിക്കുന്നതല്ല, അല്ലാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഈ കാണുന്ന ഇവിടുത്തെ കൊയർ സംഘം, ഗായക സംഘത്തിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അവരവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ കാണുന്ന ചർച്ചിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി അവർ ഇല്ലസ്ട്രേറ്റ് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അത് പണ്ട് തൊട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് പള്ളിവക ഷോപ്പിലോട്ടാണ്. ഇവിടെ നമുക്ക് പള്ളിവക ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന നല്ലൊരു ക്രോസ് ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ലേഡീസിനും ജെൻസിനും ഒക്കെ പറ്റിയിട്ടുള്ള നമ്മുടെ നെക്ക് ബാൻഡ്, പിന്നെ കയ്യിലിടുന്ന ഹാൻഡിലിടുന്ന ബാൻഡ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. നല്ലൊരു സ്റ്റോർ തന്നെയാണ് ഈ കാണുന്നത്. റേറ്റ് വരുന്നത് 5 പൗണ്ട് മുതൽ എല്ലാ പ്രോഡക്റ്റ്സിനും സ്റ്റാർട്ടിംഗ് ഉണ്ട്.
തീർത്തും മനോഹരമായൊരു യാത്രയായിരുന്നു. ഇവിടുത്തെ പ്രധാന കാര്യം ഇവിടെ എൻട്രി ഫീ ഇല്ല എന്നുള്ള കാര്യമാണ്. അതുമാത്രമല്ല ഡൊണേഷൻസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ യാത്രകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ യാത്രകൾ ചിലവ് വളരെ കുറച്ചാണ് നമ്മുടെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തന്നെ. എനിക്ക് ഈ യാത്രയിൽ എനിക്കുണ്ടായ ചിലവ് എന്ന് പറയുന്നത് ബസ് ചാർജ് മാത്രമാണ്. വൺ സൈഡ് 2 പൗണ്ട്, തിരിച്ചിങ്ങോട്ട് 2 പൗണ്ട്, അങ്ങനെ ടോട്ടൽ 4 പൗണ്ടാണ് എനിക്ക് ചിലവായിട്ടുള്ള ഈ യാത്രയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. UK കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുന്നതല്ല. സോ അടുത്ത ആഴ്ച മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ദിസ് ഇസ് സാനു ഫ്രം KL Surabaya Sanchari and signing off. Goodbye.